രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട് സോണിയാഗാന്ധിക്കെതിരെ നിർമ്മാണ കമ്പനിയുടെ പരാതി ഒത്തുതീർപ്പാക്കി. നിർമ്മാണ തുക നൽകിയില്ലെന്നായിരുന്നു നിർമ്മാണ കമ്പനിയുടെ പരാതി. കോടതിക്ക് പുറത്താണ് കേസ് ഒത്തുതീർപ്പാക്കിയത്. വിവരങ്ങളുമായി KG ദിനകർ ചേരുന്നു. ദിനകർ, കോടതിക്ക് പുറത്തുള്ള ഒത്തുതീർപ്പിലേക്ക് എത്തിയത് എങ്ങനെയാണ്? മറ്റു വിവരങ്ങൾ കൂടി. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെന്റ് സ്റ്റഡീസുമായി ബന്ധപ്പെട്ട കേസ് ഒത്തുതീർപ്പാക്കി എന്നാണ് ഇപ്പോൾ ഡയറക്ടർ ബോർഡ് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കരാറുകാരന് 2.8 കോടി രൂപ നൽകാനുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി അദ്ദേഹം കോടതിയെ സമീപിച്ചിരുന്നു. കേസിൽ സോണിയാഗാന്ധിയും കക്ഷി ചേർത്തിരുന്നു. കരാറുകാരനുമായി കോടതിക്ക് പുറത്താണ് ഇപ്പോൾ ഒത്തുതീർപ്പിൽ എത്തിയിരിക്കുന്നത്. ഡയറക്ടർ സിദൂർ മുഹമ്മദ് ഇക്കാര്യം വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെന്റ് സ്റ്റഡീസിൽ അംഗമല്ലെന്നും ഡയറക്ടർ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. സോണിയാഗാന്ധി പ്രതി എന്ന രീതിയിൽ വന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും സിദൂർ മുഹമ്മദ് വ്യക്തമാക്കുന്നു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, KPCC അധ്യക്ഷൻ VM സുധീരൻ ഉൾപ്പെടെയുള്ളവരാണ് ഇതിൽ അംഗങ്ങളായിട്ടുള്ളത്. വാർത്ത വന്നതിനെ തുടർന്നാണ് ഇപ്പോൾ ഒത്തുതീർപ്പിലേക്ക് എത്താൻ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചത്. കാരണം കരാറുകാരൻ കോടതിയെ സമീപിച്ചു. തനിക്ക് ഈ സ്ഥാപനം നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2.8 കോടി രൂപ നൽകാനുണ്ട്. ഇത് നൽകുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കരാറുകാരൻ കോടതിയെ സമീപിക്കുകയും ഇതേ തുടർന്ന് മാധ്യമങ്ങളിൽ വാർത്ത വരികയും ചെയ്തതിനെ തുടർന്നാണ് ഇപ്പോൾ ഒത്തുതീർപ്പിലേക്ക് എത്താൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത.